ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈവ് സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഞാൻ മെൻഷൻ ചെയ്ത് തരും. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെൻഷൻ ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. PYQ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2025 നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളും 24, 23, 22 വർഷങ്ങളിൽ നടന്ന ചോദ്യങ്ങൾ, പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അതേ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ, അതായത് 10th മെയിൻസ്, സെക്രട്ടേറിയറ്റ് OA ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷ, അങ്ങനെയുള്ള നമ്മുടെ സിലബസ് പ്രകാരം നടന്ന LDC അങ്ങനെയുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷനാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. വളരെ കുറച്ച് ക്ലാസ്സുകളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ പഠിച്ചെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ ഇപ്പോൾ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിലെ രാഷ്ട്രപതി ആയിക്കോട്ടെ, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, രാജ്യസഭ, പ്രധാനമന്ത്രി, അങ്ങനെ സുപ്രീം കോടതി, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് ഇപ്പോൾ PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ക്വാളിറ്റിയിലൊന്നും തന്നെ നമ്മൾ കുറവ് വരുത്താറില്ല. അപ്പോൾ പക്കയായിട്ടുള്ള ക്ലാസ്സുകളാണ്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രി നമുക്കിതിൻ്റെ PYQ ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് ആണ്. ലൈവ് ക്ലാസ് എപ്പോഴും രാത്രി 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിരുന്നാൽ മതി. നമ്മൾ ടെലിഗ്രാമിലെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്ന രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 74 പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു എന്താണ്? ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലേ? അതായത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അതായത് നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വേണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ച് അത്ര ഊന്നൽ നൽകി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നൽകി അവിടെ പറയുന്നില്ല. ഭരണഘടനയിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഗവർണറിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും പറയുന്നത് എങ്ങനെയാണ്? ദർ ഷാൽ ബി എ പ്രസിഡന്റ്, ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ്, ദർ ഷാൽ ബി എ ഗവർണർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ കേസിൽ മാത്രം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് പരാമർശിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ പറയുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭരണഘടനയിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അധികാരങ്ങളെല്ലാം കൂടുതലുള്ളത് ആർക്ക് തന്നെയാണ്? പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എക്സിക്യൂട്ടീവ് ഹെഡാണ്, ഭരണത്തലവനാണ്, രാഷ്ട്രത്തലവനാണെന്നുള്ള വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രപതിക്കുള്ള അധികാരം എന്ന് പറയുന്നത് നാമമാത്രമായ അധികാരമാണ് അല്ലേ? പേരിന് മാത്രമുള്ള അധികാരമാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ
ഏറ്റവും നല്ല അധികാരം, ഭരണഘടനാപരമായ കംപ്ലീറ്റ് അധികാരങ്ങളും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മൾ അതിനെ പറയുന്നത് ഡിഫാക്റ്റോ ഹെഡ് എന്നാണ്. നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതി എന്ന ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, പ്രധാനമന്ത്രി എന്നുണ്ടായിരിക്കും, ഗവർണർ എന്നുണ്ടായിരിക്കും, വൈസ് പ്രസിഡന്റ് എന്നുണ്ടായിരിക്കും. അപ്പൊ ആരാണ് ഡിഫാക്റ്റോ ഹെഡ്? ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് ആരാണപ്പോ? ഡീജ്വർ ഹെഡ് ആണ്. ഡീജ്വർ ഹെഡ് ആണ് പ്രധാനമന്ത്രി. അതായത് ഡീജ്വർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? നാമമാത്രമായിട്ടുള്ള തലവനാണ് ഡീജ്വർ ഹെഡ്. ആരാണ് ഡീജ്വർ ഹെഡ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന് എപ്പോഴും നാമമാത്രമായ അധികാരമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസിഡന്റിനെ ഡീജ്വർ ഹെഡ് എന്നും പ്രധാനമന്ത്രി എന്തെന്ന് പറയുന്നു? ഡിഫാക്റ്റോ ഹെഡ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന ഭരണഘടനയിൽ പരാമർശിക്കുന്നത് ആരെയാണ്? പ്രധാനമന്ത്രിയെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 74. ഇനി ആർട്ടിക്കിൾ 75 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 75 പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നത് മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത്, നമ്മൾ കേന്ദ്ര മന്ത്രിസഭയും കൂടെ ചേർത്താ പറയുന്നത്. അപ്പോൾ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ആരുടെ ഉപദേശപ്രകാരം? പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മറ്റു മന്ത്രിമാരെ ആര് നിയമിക്കുന്നത്? പ്രസിഡന്റ് നിയമിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു മന്ത്രിസഭയില് മന്ത്രിമാർ ആരൊക്കെയാവണം, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാവണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ്, ആ മന്ത്രിമാർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതേപോലെ മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ആര് തന്നെയാണ്? മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 75 എന്ന് പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 75-ൽ 1 പറയുന്നത് എന്താണ്? 75(1) പറയുന്നത്, 1A പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടുതലാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 75(1)A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. എന്താണ് പറയുന്നത്? മന്ത്രിസഭയിലുള്ള ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 75(1)A അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്, ഈ 15% കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്ന മാറ്റം കൊണ്ടുവന്നത് ഒരു ഭേദഗതിയിലൂടെയാണ്. 2003-ലെ 91-ാം ഭേദഗതിയിലൂടെ 2003-ലെ 91-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റമാണ് മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ, ആകെ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 75(1)A, അത് കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ 2003-ലെ 91-ാം ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 75(2). വകുപ്പ് 75(2) പറയുന്നത് എന്താണ്?
കാലാവധിയെക്കുറിച്ചാണ്. പ്രസിഡന്റിന്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75(2). അപ്പൊ പൊതുവെ പറയുകയാണെങ്കിൽ നിയമനം, കാലാവധി, ഇതിനെല്ലാം കുറിച്ച് പറയുന്നത് 75-ലാണ്. ഓക്കെ, അപ്പൊ കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ച് ഇതെല്ലാം 75-ലാണ്. അപ്പൊ അതിൽ ഓരോ സബായിട്ടാണ് വരുന്നത്. 75(1) നമ്മൾ പറഞ്ഞു മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ഇനി 75(2) പറയുന്നത് എന്താണ്? കാലാവധി. പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ആർക്ക് തീരുമാനിക്കാം? പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലമാണ്. ഓക്കെ, പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് ആ ഒരു ഉദ്യോഗം വഹിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭരണഘടനയിൽ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ കാലാവധി ഇത്ര വർഷം എന്ന് പറഞ്ഞ് പ്രതിപാദിക്കുന്നില്ല. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം വഹിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ലോക്സഭയുടെ വിശ്വാസമുള്ളതുവരെ പരമാവധി 5 കൊല്ലത്തോളം പ്രധാനമന്ത്രി ആയിരിക്കാം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം 5 വർഷം വരെ പ്രധാനമന്ത്രി ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് എന്താണ്? നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ. പ്രധാനമന്ത്രിയുടെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ വിശ്വാസമുള്ളത് വരെ. അപ്പൊ അവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി. 75(3) പറയുന്നതാണ് കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ച്. അതായത് കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? ലോക്സഭയോടാണ്. ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിമാർക്ക് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? ലോക്സഭയോടാണ്. ലോക്സഭയുടെ വിശ്വാസം ഉള്ളിടത്തോളം കാലം മന്ത്രിമാരായിട്ടിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാം കേട്ടോ. ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 തന്നെ 4 പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 75(4)ലാണ്. അപ്പൊ നമ്മളിവിടെ പ്രധാനമന്ത്രിയുടെ കാര്യം, മന്ത്രിസഭയുടെ കാര്യം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 75(4) പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ്? പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ? കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അപ്പൊ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിൽ, കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതായത് ലോക്സഭയിലോ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയാകുന്ന ഒരാള് ലോക്സഭയിലോ അംഗമാവണം. പ്രധാനമന്ത്രിയാകുന്ന ആള് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം. ഇനി സപ്പോസ് ഈ ആള് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് 6 മാസത്തിനകമെങ്കിലും അംഗമാവണം എന്ന് പറയുന്നുണ്ട്. എത്ര മാസത്തിനകമാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, 6 മാസത്തിനകം. അപ്പൊ പ്രധാനമന്ത്രി ആവുന്ന ആള് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം എന്നത് നിർബന്ധമാണ്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിരിക്കണം എന്ന് നിർബന്ധമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട് 6 മാസത്തിനകമെങ്കിലും അംഗമായാൽ മതി. പക്ഷെ അംഗമായിരിക്കണം. ഇനി അംഗമായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
മന്ത്രി പദവി നഷ്ടപ്പെടും. പ്രധാനമന്ത്രിക്കാണെങ്കിലും ശരി, മറ്റു മന്ത്രിമാർക്കാണെങ്കിലും ശരി ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം അംഗമാവണം. അങ്ങനെ അംഗമായിട്ടില്ലെങ്കിൽ അവരുടെ പദവി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, 6 മാസത്തിനകം ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം എന്നുള്ളത്. ഇനി നമ്മൾ രാജിക്കത്ത് സമർപ്പിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, സത്യപ്രതിജ്ഞ പറഞ്ഞു. രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ നമ്മളെ നിയമിക്കുന്ന ഒരാളുടെ കയ്യിലേ നമ്മൾ രാജി സമർപ്പിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, കാണാതെ പഠിക്കുമെന്ന് വേണ്ട. നമ്മളെ ഒരാൾ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി വേണ്ടെന്നും പറഞ്ഞ് രാജി കൊടുക്കുന്നത് ആരുടെ മുമ്പിലായിരിക്കും? ആ നിയമിച്ച ആൾക്കായിരിക്കും. അപ്പൊ ഇവിടെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സോ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഇനി കേന്ദ്രമന്ത്രിമാർ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? അതും പ്രസിഡന്റിനാണ്. നമ്മൾ കേന്ദ്രമന്ത്രിസഭയും ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന്, കേന്ദ്രമന്ത്രിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ കുറച്ച് വിശേഷണങ്ങൾ ഓർത്തിരിക്കാനായിട്ടുണ്ട്. ആദ്യത്തേത് ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കാം. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് മോർലിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ലോർഡ് മോർലിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു വിശേഷണമാണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ. എ മൂൺ എമംഗ് ലെസർ സ്റ്റാർ. എന്താണ്? പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വെർണർ ഹാർക്കോർട്ട് ആണ് കേട്ടോ. വില്യം വെർണർ ഹാർക്കോർട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർക്കോർട്ട്. ഇനി മറ്റൊരു വിശേഷണമാണ് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജെന്നിങ്സ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ് ആണ്. ഇനി ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതേപോലെ രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മൺട്രോയാണ് രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണ്. പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ യജമാനൻ. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ യജമാനനാണ്. പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ HRG ഗ്രീവസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് മോർലിയാണ്. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർക്കോർട്ട്. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ്.
ഗവൺമെന്റിന്റെ അച്ചാടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് മൺട്രോ. ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണ്, എന്നാൽ പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണെന്ന് വിശേഷിപ്പിച്ചത് HRG ഗ്രീവസ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, ഉപപ്രധാനമന്ത്രി. അപ്പോൾ ഈ ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രത്യേക പരാമർശമില്ലാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി. അപ്പോൾ ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. ഭരണഘടനയിൽ പരാമർശിക്കപ്പെടാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ 7 പേരാണ് ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത്. എത്ര ഉപപ്രധാനമന്ത്രിമാർ ഇതുവരെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്? 7 പേരാണ് ഇന്ത്യയിൽ ഇതുവരെ ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിമാര് തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് YB ചവാൻ. അപ്പൊ ചവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചാവുക എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലമല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് YB ചവാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏഴാമത്തെയും ഉപപ്രധാനമന്ത്രിയായിരുന്നു LK അദ്വാനി. ഏഴാമത്തെയും അവസാനത്തെയും ഉപപ്രധാനമന്ത്രി ആരാണ്? LK അദ്വാനിയാണ്. ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്. ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൊറാർജി ദേശായി ആണ് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി. ഇനി ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി. കേട്ടോ, ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ദേവിലാൽ. അപ്പൊ 2 തവണ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ദേവിലാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2 ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. ചരൺ സിംഗും ജഗ്ജീവൻ റാം 2 പേര് ഉപപ്രധാനമന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് മൊറാർജി ദേശായി ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 7 ഉപപ്രധാനമന്ത്രിമാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണ്? 7 പേർ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആൾ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്, പദവിയിലിരിക്കെ അന്തരിച്ചത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് മൊറാർജി ദേശായി ആണ് രണ്ടാമത്തെ ഉപപ്രധാനമന്ത്രി. 3 ചരൺ സിംഗ്. 4 ജഗ്ജീവൻ റാം. 5 YB ചവാൻ. അപ്പൊ നമുക്ക് കുറച്ചു കാലം എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടല്ലോ. ഇനി ദേവിലാലാണ് ആറാമത്തെ ആള് ദേവിലാല്. ഏഴാമത്തെയും അവസാനത്തെയും ആളാരാ? LK അദ്വാനി. ഏഴാമത്തെയും അവസാനത്തെയും ആളാണ് LK അദ്വാനി. ഇപ്പൊ ലാസ്റ്റ് എന്നുള്ളത് L-ലുണ്ട്. L ഫോർ ലാസ്റ്റ് എന്ന് ഓർത്താൽ മതി. ചവാൻ, ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലം എന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉരുക്കു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാലം ഉണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റവും കൂടുതൽ കാലം, YB ചവാൻ കുറച്ചു കാലം, അവസാനം അല്ലെങ്കിൽ ലാസ്റ്റ് LK അദ്വാനി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമന്ത്രിയും മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. സംസ്ഥാന നീതി നിർവഹണ വിഭാഗം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹൈക്കോടതിയെക്കുറിച്ചാണ്.
അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ നിയമം ഏത്? ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ നിയമമാണ് 1861 ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒരു ആക്റ്റാണ് 1861 ഹൈക്കോർട്ട് ആക്ട്. 1861 ഹൈക്കോർട്ട് ആക്ട് അനുസരിച്ചിട്ടാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമാവുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ആദ്യമായിട്ട് ഹൈക്കോടതി രൂപീകരിക്കുന്നത് 1862 മൂന്നിടത്താണ് ഹൈക്കോടതി വന്നിട്ടുള്ളത്. കൊൽക്കത്തയിൽ വന്നു, ദെൻ അത് കഴിഞ്ഞ മുംബൈയിൽ വന്നു, അത് കഴിഞ്ഞ് മദ്രാസിൽ വന്നു. ഇങ്ങനെ മൂന്നിടത്താണ് ആദ്യമായിട്ട് ഹൈക്കോടതി വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതിയാണ്. ഓക്കെ, കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ഇത് ഫോം ചെയ്യുന്നത് 1862 ജൂലൈ മാസത്താണ്. 1862 ജൂലൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയായ കൊൽക്കത്ത ഹൈക്കോടതി. ദെൻ മുംബൈ ഹൈക്കോടതി 1862 തന്നെ ഓഗസ്റ്റിലാണ് കേട്ടോ. ഓഗസ്റ്റിലാണ് ഫോം ചെയ്യുന്നത്. ഇത് ഓഗസ്റ്റ് 14 മദ്രാസ് ഹൈക്കോടതി ആണെങ്കിലോ അത് ഓഗസ്റ്റ് 15 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ 1862 ജൂലൈയിൽ ഫോം ചെയ്ത കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത്. ദെൻ നാലാമതായിട്ടൊരു ഹൈക്കോടതി കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. അത് അലഹബാദ് ഹൈക്കോടതിയാണ്. അലഹബാദ് ഹൈക്കോടതി ഫോം ചെയ്യുന്ന ഇയർ നോക്കി വെക്കുക. 1866 അലഹബാദ് ഹൈക്കോടതി ഫോം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ടോട്ടലായിട്ട് എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നിലവിൽ 25 ഹൈക്കോടതികളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഹൈക്കോടതി വേണമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഓക്കെ, 214 എന്താ പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഹൈക്കോടതി വേണം എന്ന് പറയുന്നത് 214. എന്നാൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിന് വേറൊരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, 231 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം? പൊതുവായിട്ട് ഒരു ഹൈക്കോടതി പറ്റും. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായി ഒരു ഹൈക്കോടതി പറ്റും എന്ന് പറയുന്നതാണ്, ഹൈക്കോടതി ഉണ്ടാവാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 231. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചാബ് ഹൈക്കോടതി ഉണ്ട് കേട്ടോ. പഞ്ചാബ് ഹൈക്കോടതി. അപ്പോൾ ഈ പഞ്ചാബ് ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? ഹരിയാന സംസ്ഥാനം, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, അതുപോലെ തന്നെ പഞ്ചാബ്. ഓക്കെ, അപ്പോൾ ഹരിയാന സംസ്ഥാനം, പഞ്ചാബ്, ദെൻ ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഹരിയാനയ്ക്കും പഞ്ചാബിനും ചണ്ഡീഗഡിനും കൂടെ ചേർന്നിട്ടാണ് ഈ പഞ്ചാബ് ഹൈക്കോടതി എന്ന് പറയുന്ന ഹൈക്കോടതി നിലവിലുള്ളത്. അതേപോലെ തന്നെ ബോംബെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്കും ഗോവയ്ക്കും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ദാദ്ര നഗർ ദാമൻ ദിയു എന്നീ യൂണിയൻ ടെറിട്ടറിക്കും കൂടെ ആവശ്യമായിട്ടാണ് ബോംബെ ഹൈക്കോടതി വരുന്നത്. മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നഗർ ദാമൻ ദിയു എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. ഇതിന് മൂന്നിനും കൂടെ ചേർന്നിട്ടാണ് ബോംബെ ഹൈക്കോടതി നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതുവായ ഹൈക്കോടതി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 231 എന്നുള്ളത് ഓർത്തിരിക്കാം. അങ്ങനെ പറയുന്ന സമയത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ്? ആസാം, അതുപോലെ തന്നെ നാഗാലാൻഡ്, മിസോറാം, അതുപോലെ തന്നെ അരുണാചൽ
അരുണാചൽ പ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആരുടെയൊക്കെയാണ്? ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഓക്കെ, ഇനി ഇത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത് ഒന്ന് ബോംബെ ഹൈക്കോടതി, രണ്ട് ഗുവാഹത്തി ഹൈക്കോടതി. ഈ രണ്ട് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ, ഗുവാഹത്തി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൽ ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ അല്ലേ? മുംബൈ ഹൈക്കോടതി മുംബൈയാണ് ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇതിന് 3 ബെഞ്ചുകളാണുള്ളത്. ബോംബെ ഹൈക്കോടതിക്ക് 3 ബെഞ്ചുകളാണുള്ളത്. ഏതൊക്കെയാണ്? നാഗ്പൂർ, ഔറംഗാബാദ് കേട്ടോ, ഔറംഗാബാദ്, പനാജി 3 ബെഞ്ചുകളാണുള്ളത്. ബോംബെ ഹൈക്കോടതിക്ക് 3 ബെഞ്ചുകളാണുള്ളത്. നാഗ്പൂർ, ഔറംഗാബാദ്, പനാജി. ഓക്കെ, അതേപോലെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ ആസ്ഥാനം ആസാമാണ്. ഇതിന്റെ ബെഞ്ചുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊഹിമിയ, 2 ഐസ്വാൾ, 3 ഇറ്റാനഗർ. ഇത് 3 ഗുവാഹത്തി ഹൈക്കോടതിയുടെ ബെഞ്ചുകൾ. അപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ ബെഞ്ചുകൾ നാഗ്പൂർ, ഔറംഗാബാദ്, പനാജി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ ബെഞ്ചുകളാണ് കൊഹിമ, ഐസ്വാൾ, ഇറ്റാനഗർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജഡ്ജസിന്റെ എണ്ണം, ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ്. ജഡ്ജിമാരുടെ എണ്ണം കൂടുതലായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതിയാണ് ഏത്? അലഹബാദ് ഹൈക്കോടതി. അപ്പം ജഡ്ജിമാർ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും വലിയ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുന്നത്. UP-യിലാണ്. അവിടെ 160 ജഡ്ജിമാരാണ് ഉള്ളത്. എത്രയാണ്? 160 ജഡ്ജിമാർ. ഇനി ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജഡ്ജിമാരുടെ എണ്ണം കുറവായിട്ടുള്ള ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി. അവിടെ ആകെ 3 ജഡ്ജിമാരേ ഉള്ളൂ. സിക്കിം ഹൈക്കോടതിയിൽ 3 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഓക്കെ, സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഹൈക്കോടതികളൊക്കെ എവിടെയാണെന്നുള്ളതൊന്നും നോക്കി വയ്ക്കുക. ആൻഡമാൻ എവിടെയാണ് ഹൈക്കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ട ഹൈക്കോടതി. അതേപോലെ ലക്ഷദ്വീപ് ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. പുതുച്ചേരിയുടെ ഹൈക്കോടതി ഏതാണ്? അത് മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. മദ്രാസ് ഹൈക്കോടതി. പുതുച്ചേരിയുടേത് ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. ദെൻ അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിവയുടെ ഹൈക്കോടതി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും ഹൈക്കോടതി. ദെൻ നമ്മൾ നേരത്തെ ഏതിൻ്റെ പറഞ്ഞു? ചണ്ഡീഗഡിൻ്റെ പറഞ്ഞു. അതുപോലെ തന്നെ ദാദ്ര നഗർ ദാമൻ ദിയു അതിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കുക. ചണ്ഡീഗഡിൻ്റേത് നമ്മൾ പറഞ്ഞു പഞ്ചാബ് ഹൈക്കോടതിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദാദ്ര നഗർ ദാമൻ ദിയു എന്ന് പറയുന്നത് ബോംബെ ഹൈക്കോടതിയാണ്. അപ്പോൾ പഞ്ചാബ് ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയാണ് അവിടെ വരുന്നത്. അതും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ ആദ്യത്തെ നീതി നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജസ്റ്റിസ് സിറ്റി എന്നറിയപ്പെടുന്നത് അമരാവതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നീതി നഗരം ജസ്റ്റിസ് സിറ്റി എന്നറിയപ്പെടുന്നത് അമരാവതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 214. ആർട്ടിക്കിൾ 214 എന്താ പറഞ്ഞത്? ഹൈക്കോടതി എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് അല്ലേ? ഹൈക്കോടതി എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിനും, എല്ലാ സ്റ്റേറ്റിനും എന്തുണ്ട്? ഹൈക്കോടതി ഉണ്ട് എന്ന് പറഞ്ഞതാണ് ആർട്ടിക്കിൾ 214. ഇനി ആർട്ടിക്കിൾ 215 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും. നമ്മൾ സുപ്രീം കോടതിയുടെ കേസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണെന്ന് അല്ലേ? അപ്പോൾ ഹൈക്കോടതി എന്ന് പറയുന്നതും ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 215 എന്ന് പറയുന്നത്. അതായത് ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളെല്ലാം മറ്റു കോടതികൾക്കും കൂടെ ബാധകമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? സുപ്രീം കോടതിയുണ്ട്, സുപ്രീം കോടതിയുടെ താഴെ ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതിക്ക് താഴെ മറ്റു കോടതികളുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ മറ്റു കോടതികൾക്കും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 216 ഉണ്ട്. ആർട്ടിക്കിൾ 216 പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണമാണ് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം. അപ്പോൾ ഈ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു എണ്ണമില്ല. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ കേസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കേസിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് അവിടെ ജഡ്ജിമാരുടെ എണ്ണം വരുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു എണ്ണമില്ല. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ അനുസരിച്ച്, കേസിൻ്റെ അളവ് അനുസരിച്ച് എന്ത് ചെയ്യും? ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എണ്ണം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്നത്. പക്ഷെ ആരോടുകൂടെ അന്വേഷിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ പ്രസിഡന്റ് ആണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി ഈ ആർട്ടിക്കിളിൽ തന്നെയാണ് 216 തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം. ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം. അല്ലെങ്കിലോ പിന്നെ ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം. ഒന്നുകിൽ ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായി പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 219. ആർട്ടിക്കിൾ 219 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 219. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലും. ഇനി മറ്റ് ജഡ്ജിമാരുണ്ടല്ലോ, അവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒന്നുകിൽ ഗവർണറുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ്. നമ്മൾ അവിടെയും പഠിച്ചു, സുപ്രീം കോടതി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ മുമ്പിലും മറ്റുള്ള ജഡ്ജിമാർ രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണെന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യും, മറ്റു ജഡ്ജിമാർ ഗവർണറുടെയോ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 221. ആർട്ടിക്കിൾ 221 പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറിയെ കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാണ്? 2,50,000. ഇനി മറ്റ് ജഡ്ജിമാരുടെ സാലറി എന്ന് പറയുന്നത് 2,25,000 രൂപയാണ്. 2,25,000 രൂപയാണ് ആരുടെ? 2,25,000 രൂപയാണ് മറ്റു ജഡ്ജിമാരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസിൻ്റെതെന്ന് പറയുന്നത് 2,50,000, ഇവിടെ 2,25,000 രൂപയാണ് സാലറി എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ഇവരുടെ ശമ്പളം എന്ന് നമ്മൾ എത്രയാന്ന് പറഞ്ഞു. ഈ ശമ്പളം നൽകുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും മറ്റ് ജഡ്ജിമാരുടെയും ശമ്പളം നൽകുന്നത്
കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ പഠിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് കൊടുക്കുന്നത്. ഇവിടെ ശമ്പളം നൽകുന്നത് സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ്. സോ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ് ശമ്പളം നൽകുന്നത്. ശമ്പളം മാത്രമാണ് കേട്ടോ, ശമ്പളം മാത്രമാണ് ഇവിടെ നിന്നും. പെൻഷൻ നൽകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. ഓർത്തിരിക്കണേ, ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും, പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. ഈ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? സ്കെഡ്യൂൾ 2 അല്ലേ, 2ാമത്തെ സ്കെഡ്യൂളിലാണ് ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 222 ആർട്ടിക്കിൾ 222 പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റം അഥവാ ട്രാൻസ്ഫറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ട്രാൻസ്ഫർ അഥവാ സ്ഥലം മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 222 എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തിനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണുള്ളത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റം നമ്മൾ പഠിച്ചില്ലല്ലോ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് സ്ഥലം മാറ്റമൊന്നുമില്ല. അവരുടെ സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ തന്നെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൽഹിയിലാണ്. അവർക്ക് സ്ഥലമാറ്റമില്ല. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സ്ഥലമാറ്റമുണ്ട്. 222 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്. അവരുടെ സ്ഥലമാറ്റം എന്ന് പറയുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 222 പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 226. 226 പറയുന്നത് ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വിശാലമായ റിട്ട് അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ഇത് നമ്മൾ റിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിശാലമായ റിട്ട് അധികാരം ഉള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. സുപ്രീം കോടതിക്ക് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. പക്ഷെ മറ്റു കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിക്കാണ് ഏറ്റവും വിശാലമായ റിട്ട് അധികാരം ഉള്ളത്. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിൾ നോക്കിയിരിക്കുക. ആർട്ടിക്കിൾ 348(1). ആർട്ടിക്കിൾ 348(1) പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷയെ പറ്റിയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 348(1) എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കോടതിയിലും വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ആർട്ടിക്കിളും കൂടെ 348(2). ഇതും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒരുപോലെ ബാധകമാണ്. അതായത് നമ്മുടെ ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവണം. ഓക്കെ, ഇപ്പോൾ 348(1) സുപ്രീം കോടതി ഹൈക്കോടതിയുടെ പ്രവർത്തന ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. 348(2) പറയുന്നത് ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ട് ഈ പ്രവർത്തന ഭാഷ ഹിന്ദി അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ഔദ്യോഗിക ഭാഷയിലേക്ക് മാറ്റാമെന്ന് പറയുന്നതാണ് എന്ത്? 348(2). അപ്പോൾ ഓർത്തിരിക്കുക, ഹൈക്കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ സംസ്ഥാനങ്ങളുടെ അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാം? ഈ പ്രവർത്തന ഭാഷ ഇംഗ്ലീഷിലേത് മാറ്റി ഹിന്ദിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ഔദ്യോഗിക ഭാഷയിലേക്കോ മാറ്റാം എന്ന് പറയുന്നുണ്ട്. അത് 348(2) പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റ് കോടതികളിലെ ഭാഷ തീരുമാനിക്കുന്നതൊക്കെ അതത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഭാഷ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KT കോശിയാണ്. KT കോശി കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആര്? KT കോശി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ
ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? സുജാത മനോഹർ ആണ്. സുജാത മനോഹർ ആണ് കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീലാ സേത്ത് ആണ്. ലീലാ സേത്ത് കേട്ടോ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത ലീലാ സേത്ത് ആണ്. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ ഉഷയാണ്. കെ ഉഷ കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിതയാണ് കെ ഉഷ. ഇനി ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയ വനിത, ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത് മഞ്ജുള ചെല്ലൂരാണ്. മഞ്ജുള ചെല്ലൂർ ഏറ്റവും അവസാനമായിട്ട്, ഏറ്റവും ഒടുവിൽ കേട്ടോ, ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വനിതയാണ് മഞ്ജുള ചെല്ലൂർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത നമ്മൾ പഠിച്ചു, ഫാത്തിമ ബീവി എന്ന് പറഞ്ഞല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന ചാണ്ടിയാണ്. മലയാളി കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാൽ അന്ന ചാണ്ടിയാണ്. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാലോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത് ഓമന കുഞ്ഞമ്മയാണ്. അവർ മലയാളിയാണ്. ഓമന കുഞ്ഞമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയ വനിത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള ഹൈക്കോടതിയെക്കുറിച്ച്, ഹൈക്കോടതി എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.